കഥാഭർത്താവ് ഭാഗം 28. സംഗതി ഗുരുതരമായി വരികയാണെന്ന് സുനിതയ്ക്ക് മനസ്സിലായി. ശ്യാമേട്ടൻ്റെ ഒറ്റയാളുടെ ഈ പ്രവൃത്തി കൊണ്ട് നാട്ടുകാരൊക്കെ തങ്ങൾക്ക് എതിരായി തുടങ്ങുകയാണ്. ശ്യാമേട്ടൻ എന്നിട്ട് എങ്ങോട്ട് പോയി ചേച്ചി? സുനിത ഭീതിയോട് ശ്രീലേഖയോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ ശ്രീലേഖ തങ്ങളുടെ റൂമിന് നേർക്ക് ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ആ വിജയമ്മ ചേച്ചിയുടെ മകൻ ഓട്ടോ ഓടിക്കുന്ന സന്തോഷ് അത്ര നല്ലവനൊന്നുമല്ല ചേച്ചി. അവന് ഇല്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ കുറവാ. വൈകുന്നേരമാകുമ്പോൾ ഓട്ടം നിർത്തിയിട്ട് അവനും ഒരു വറ്റം സുഹൃത്തുക്കളും അമ്പലപ്പറപ്പിൻ്റെ ഒഴിഞ്ഞ കൂണിൽ ചെന്നിരുന്ന് കള്ളുകുടിയും ചീട്ടുകളിയുമാണ്. മിക്ക ദിവസവും രാത്രി അവിടെ അടിയും ബഹളവും കേൾക്കാമെന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന മിനി പറയാറുണ്ട്. അവിടെ അടുത്തല്ലേ അവളുടെ വീട്? അവനെ ശ്യാമേട്ടൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അവനിനി വെറുതെ ഇരിക്കുമോ? ശ്യാമേട്ടനോട് ഒന്ന് പറഞ്ഞേക്കണേ ചേച്ചി, സൂക്ഷിച്ചോളാൻ. ശ്യാമേട്ടനാണെങ്കിൽ ഇവിടെ ആരെയും പരിചയവും കാണില്ല. സുനിത സഹോദരിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അവൻ വെറുതെ ഇരിക്കണ്ട, അവിടെ കിടന്ന് ഓടാൻ പറയും. ഇവിടെ വെച്ച് അവൻ്റെ കരണത്ത് ശ്യാമൊന്ന് പൊട്ടിച്ചപ്പോൾ എവിടെ പോയി അവൻ്റെ ഉശിര്? തിരിച്ചൊന്ന് കൈപൊക്കുക പോലും ചെയ്യാതല്ലേ അവൻ കിട്ടിയതും വാങ്ങിച്ച് കൂട്ടിയും കൊണ്ട് പോയത്. അവനാ ശ്യാമിനെ ഞൊട്ടാൻ പോകുന്നത്. സരോജിനി അമ്മക്ക് സുനിത പറഞ്ഞത് അത്ര പിടിച്ചില്ല. അവൻ കിട്ടിയതും വാങ്ങിച്ചുകൊണ്ട് പോയത് നന്നായെന്ന് പറയേ, അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇപ്പോൾ നമ്മളെല്ലാം കിടന്ന് തെക്ക് വടക്ക് ഓടുന്നത്. അമ്മ കരുതുന്നത് പോലുള്ള സുഹൃത്തുക്കളല്ല അമ്മേ അവൻ്റെ കൂട്ടുകാർ. കുറച്ച് കൂതറകളായ ഡ്രൈവർമാരും ചുമട്ടുതൊഴിലാളിയും ഒക്കെയാ. കള്ള് കുടിച്ചു കഴിഞ്ഞാലാണല്ലോ എല്ലാവർക്കും സമനില തെറ്റുന്നത്. സുനിത പറയുന്നതിൽ കാര്യമില്ലാതില്ല എന്ന് ശ്രീലേഖയ്ക്ക് തോന്നി. എന്നാൽ ഇതിനെക്കുറിച്ചെങ്ങാനും ഒരു സൂചനയുമായി താൻ ശ്യാമേട്ടൻ്റെ അരികിൽ ചെന്നാൽ അദ്ദേഹം അത് മെയിൻറ്റ് ചെയ്യാൻ പോലും തയ്യാറാകില്ല. അവനോട് അമ്മേ ശ്രീകുട്ടൻ? അപ്പോഴാണ് സുനിത ശ്രീകുട്ടൻ്റെ കാര്യം ഓർക്കുന്നത്. അവൾ അവിടെയെല്ലാം നോക്കിയെങ്കിലും ശ്രീകുട്ടനെ അവിടെ എങ്ങും കണ്ടില്ല. വഴക്കും തല്ലും പിടിയുമൊക്കെ പണ്ടേ വഴമുള്ള കൂട്ടത്തിലാണ് അവൻ. അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, സരോജിനി അമ്മ പറഞ്ഞു. ഞങ്ങളുടെ റൂമിലില്ല, അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. സുനിത വീടിന് ചുറ്റും കാലിത്തൊഴുത്തിലുമൊക്കെ പോയി നോക്കിയെങ്കിലും അവിടെയെങ്ങും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ദൈവമേ, എന്നോട് പറയാതെ എങ്ങോട്ടും പോകാത്ത കുഞ്ഞാണല്ലോ. നീ എല്ലായിടത്തും നോക്കിയോ മോളെ? സരോജിനമ്മ ആദ്യോടെ നെഞ്ചത്ത് കൈവച്ചു. അവർ തൻ്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് ഇരുമ്പലമാരയ്ക്ക് വശങ്ങളിലൊക്കെ നോക്കിയിട്ട് തിരികെ വന്നു. പുറത്തിറങ്ങി നാലുപാട് നോക്കുമ്പോഴേക്കും അകത്തു നിന്നും ശ്രീലേഖയുടെ അമ്മേ എന്നുള്ള വിളി കേട്ടു. സരോജിനി അമ്മയും സുനിതയും അവിടേക്ക് വരുമ്പോൾ ശ്രീലേഖ അനുജനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അവന് അടിമുടി വിറയ്ക്കുന്നുണ്ടെന്ന് സുനിതയ്ക്ക് തോന്നി. എന്ത് പറ്റിയതാ ചേച്ചി? അവനെന്താ നിന്ന് വിറയ്ക്കുന്നത്? അവന് എവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെയെല്ലാം നോക്കിയതാണല്ലോ. സുനിതയുടെ ശബ്ദം കേട്ടതോടെ ശ്രീലേഖയുടെ കയ്യിൽ പിടിച്ചിരുന്ന അവൻ്റെ പിടിമുറുകി. അമ്മേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ശ്രീലേഖ അനുജനെ കൊണ്ടുവന്നു കട്ടിലേക്ക് ഇരുത്തി. ഇവനാകെ പേടിച്ച മട്ടുണ്ടല്ലോ ചേച്ചി. സുനിത വന്ന് സഹോദരൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൻ്റെ ശിരസിൽ തഴുകി. സരോജിനി അമ്മ വെള്ളവുമായി ഓടി വന്നു. ശ്രീലേഖ അമ്മയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി അതിലുള്ള വെള്ളം അവന് കുടിക്കാൻ കൊടുത്തു. കപ്പിലൊരു തുള്ളി വെള്ളം പോലും ശേഷിക്കാതെ അത് മുഴുവൻ അവൻ കുടിച്ചു തീർത്തു. കൺമുമ്പിൽ അമ്മയെയും സഹോദരങ്ങളെയും കണ്ടതോടെ ശ്രീകുട്ടൻ്റെ കണ്ണുകളിലെ ഭയം മാറി. ഞാൻ വരുമ്പോൾ ഇവൻ പേടിച്ച് ആ വാതിലിന് മറഞ്ഞു നിൽക്കുകയായിരുന്നു. ശ്രീലേഖ അവൻ്റെ അരികിൽ നിന്ന് എണീറ്റ് മാറിയപ്പോൾ സരോജിനിയമ്മ വന്ന് അവിടേക്കിരുന്നു.
എങ്ങനെ പേടിക്കാതിരിക്കും? അത്രയ്ക്ക് പേക്കൂത്തല്ലയോ മൂക്കുമുട്ട കള്ളും വലിച്ചു കയറ്റിയിട്ട് ഇവിടെ വന്ന് നിന്ന് കാണിച്ചത്? വീട്ടുകാരെ മാത്രമാണോ വെറുപ്പിക്കുന്നത്? നാട്ടുകാരെ കൂടി ഇങ്ങോട്ട് വരുത്തി ശത്രുക്കളാക്കിയില്ലേ? എൻ്റെ കൊച്ചിന് ആവതുള്ളായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. വയ്യാത്ത ഈ കുഞ്ഞിനെയും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കുറ്റപ്പെടുത്തും മട്ടിൽ അവർ ശ്രീലേഖയെ ഒന്ന് നോക്കി. ശ്രീലേഖ പക്ഷേ അത് കാണാത്ത മട്ടിൽ അവിടെ നിന്നിറങ്ങിപ്പോയി. കാലനെ പിടിച്ചാൽ നിൽക്കുവോ? ആരെങ്കിലും പറയുന്നെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അരുതെന്ന് പറഞ്ഞാലുടൻ നമ്മുടെ മണ്ടയ്ക്ക് കയറാൻ വരും. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കുന്ന കാഴ്ച ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. ശ്യാംസുന്ദറിനെ കുറിച്ചാണ് അമ്മ പറയുന്നതെന്ന് സുനിതക്കറിയാം. ഇത്ര വേഗം അമ്മയ്ക്ക് ശ്യാമേട്ടനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെ ആയിരിക്കുമോ ആവോ? സുനിതയുടെ മനസ്സ് അതിന് തന്നെത്താൻ ഒരു ഉത്തരം തേടിക്കൊണ്ടിരുന്നു. സന്തോഷിന് ആഹാരം വിളമ്പിക്കൊടുത്ത ശേഷം വിജയമ്മ ഭർത്താവിനെയും കൂട്ടി ബാഹുലേയൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഗിരിജയമ്മ ശ്യാംസുന്ദർ പിടിച്ചു വളച്ച ശശാങ്കൻ്റെ വിരലിൽ തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വിരലിൽ ചെറുതായി നീര് വന്നിട്ടുണ്ടെന്ന് വിജയമ്മയ്ക്ക് തോന്നി. വിരലിന് വല്ല പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിലോ ഗിരിജയെ? ജോലി ചെയ്യുന്ന ചെറുക്കനല്ലേ? വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. വിജയമ്മ ഒരു ഡോക്ടറെ പോലെ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി. ഞാൻ വന്നപ്പോൾ മുതലേ പറയുന്നതാ വിജയമ്മേ, ചെറുക്കൻ കേൾക്കണ്ടേ? അവന് ആശുപത്രിയിലോട്ടൊന്നും വരാൻ വയ്യെന്ന്. അവരങ്ങനെ വിട്ടാൽ മതിയോ ബാഹുലേയ? നമ്മുടെ കുഞ്ഞുങ്ങളെ ദേഹത്ത് കൈവച്ചു അവൻ നാളെ നമ്മളെ വഴിയിലിട്ട് തല്ലില്ലെന്ന് എന്താ ഉറപ്പ്? ഈ നാട്ടിൽ വന്ന് നമ്മുടെ മക്കളെ അടിച്ചത് എവിടുന്ന് വന്ന ഒരു വരത്തനാണ്. അവനെന്ന് കൂടി ഓർക്കണം. ശശിധരൻ പല്ലുകൾ ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാനാ? പോലീസ് സ്റ്റേഷനിൽ പോയി അവനെതിരെ കേസ് കൊടുക്കാനോ? അവനെതിരെ കൊടുക്കുന്ന കേസ് ഒരു പുലിവാലായി തീരില്ലേ? കേസ് കൊടുത്താൽ പോലീസുകാർ അവന് എന്തു ചെയ്യും? അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞാലോ നമ്മളെല്ലാം കൂടി അവൻ്റെ വീട്ടിൽ അവനെ ആക്രമിക്കാനോ ചെന്നതെന്ന്? ഇതെല്ലാം നടന്ന് അവൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ. ആ സ്ഥിതിക്ക് പോലീസുകാർ അവനെതിരെ എന്ത് നടപടിയെടുക്കും? എവിടെ വെച്ച് നടന്നാലും നമ്മുടെ മക്കളെ ആക്രമിച്ച കേസല്ലേ? നമ്മൾ അങ്ങോട്ട് അവനെ ഉപദ്രവിക്കാൻ ചെന്നതല്ലെന്ന് അവൻ്റെ വീട്ടുകാർക്ക് അറിയാമല്ലോ. ആ സരോജിനി ചേച്ചിയും മക്കളുമില്ലേ എല്ലാത്തിനും സാക്ഷി? നല്ല സാക്ഷികളാ. നമ്മുടെ കൊച്ചുങ്ങളെ അവൻ പിടിച്ചു ഞെക്കിയിട്ട് അത് കണ്ടോണ്ട് നിന്നതല്ലാതെ അരുതെന്ന് പറയാൻ പോലും വാ തുറന്നോ ആ തള്ള? അവരാണ് നമുക്ക് അനുകൂലമായിട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ പോണത്. അവൻ്റെ വീട്ടുകാർ അവനെ വിട്ടു നിൽക്കുമോ? പോലീസുകാർ വന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുമോ അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ചതാണെന്ന്? എന്താ പറഞ്ഞാൽ അതല്ലേ സത്യം? ആ വീട്ടിലൊരു കൂട്ടനിലവിളി കേട്ട് അങ്ങോട്ട് ഓടിച്ചെന്നു എന്നും ഒരു തെറ്റല്ല നമ്മൾ ചെയ്തുള്ളൂ. അതിനല്ലേ ഈ അപരാധം അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കാണിച്ചത്? അവൻ്റെ ഭീഷണി കേട്ട് നമ്മൾ പേടിച്ചിരിക്കുകയാണെന്ന് അവന് തോന്നിയാൽ ഇനി അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറി നിറങ്ങും. എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാതെ ബാഹുലേയൻ സന്ദേഹത്തോടെ അയാളെ നോക്കി. ഇനി എന്താലോചിക്കാനാ? ഇവനെയൊക്കെ പേടിച്ച് പ്രതികരിക്കാതിരുന്ന ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് പേടിച്ചിരിക്കാനേ കഴിയൂ. നമുക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് വിവരം പറഞ്ഞ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നമ്മളെ പേടിച്ചതുപോലെ അവൻ ഒന്ന് പോലീസുകാരെയും ഒന്ന് പേടിപ്പിക്കട്ടെ. അവൻ്റെ ഒരു ഗുണ്ടാവിളയാട്ടം എന്നുകൊണ്ട് തീർത്തു കൊടുക്കണം. ശശിധരൻ പിന്നോട്ട് മാറാൻ ഒരുക്കമല്ലായിരുന്നു. ശശിധര, ഞാൻ ആലോചിക്കണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അവൻ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ വെച്ചാണ് ഇത് നടന്നതെങ്കിൽ നമുക്ക് മുൻപിൻ നോക്കാതെ ഇറങ്ങി തിരിക്കാമായിരുന്നു. നമ്മളാണ് വാദികളെങ്കിലും നിമിഷനേരം കൊണ്ട് ചിലപ്പോൾ കഥ മാറി നമ്മുടെ മക്കൾ പ്രതിസ്ഥാനത്തെത്തിപ്പോകും. സംഭവം നടക്കുമ്പോൾ അവിടെ ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു.
ജയിക്കാൻ വേണ്ടി അവൻ നമ്മുടെ മക്കൾ ചെന്ന് ആ സ്ത്രീകളെ തെറി പറഞ്ഞെന്നോ പിടിച്ചു തള്ളിയെന്നോ മറ്റോ പോലീസിനോട് പറഞ്ഞാൽ എന്തു ചെയ്യും? അവനെ പേടിച്ച് ചിലപ്പോൾ സരോജിനി ചേച്ചിയും മക്കളും അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാലോ? അവിടെ കേസ് തിരിയും. അറിയാലോ പെണ്ണുങ്ങൾ പറയുന്ന മൊഴിയുടെ ബലം എത്രത്തോളം വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെയെന്ന്. ബാഹുലയൻ വിശദമാക്കി. ഇത്തവണ ശശിധരന് മറുപടിയില്ലായിരുന്നു. ബാഹുലയൻ പറയുന്നതിനും കാര്യമില്ലാതില്ല. ആ തെമ്മാടിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് താൻ ഇതൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ഒരു കേസും വേണ്ടച്ച. ഇതിൻ്റെ പേരിൽ ആരും അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും നിൽക്കണ്ട. അവൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാൽ ഒറ്റയെണ്ണം ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കില്ലെന്ന്. അവനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം. അവൻ പോലും അറിയാതെ കിട്ടിയതിൻ്റെ പലിശയും കൂട്ടുപലിശയും പിയപ്പലിശയും ചേർത്ത് ഞങ്ങൾ അവന് തിരിച്ചു കൊടുക്കും. ശശാങ്കൻ കസേരയിൽ നിന്ന് എണീറ്റ് കൊണ്ട് പറഞ്ഞു. അയ്യോ, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുക മക്കളെ? അവനോട് പോയി കൊമ്പ് കോർക്കാനൊന്നും നിൽക്കല്ലേ മക്കളെ. യാതൊരു വകതിരിവും ഇല്ലാത്ത ഇനമാ നമ്മൾ. സത്യത്തിൻ്റെയും നേരിൻ്റെയും വഴിമതി. ഗിരിജമ്മ അവനെ അവിടെ തടഞ്ഞു നിർത്തി. അമ്മയൊന്ന് ചുമ്മാതിരി. ആ പരമചട്ടിക്ക് കൊടുക്കാനുള്ള സമ്മാനം ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുഹൂർത്തം മാത്രം നോക്കിയാൽ മതി. ശശാങ്കൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അരമണിക്കൂറായി വർക്കിച്ചൻ വന്ന് ഗോപിനാഥൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. സാധാരണ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വർക്കിച്ചൻ കമ്പോളത്തിലേക്ക് ഒരു പോക്കുണ്ട്. അത് ഗോപിനാഥൻ്റെ വീട്ടിൽ വന്ന് അയാളോടൊപ്പമാണ് പോകാറ്. പതിവ് ഗോപിനാഥൻ്റെ സതീർത്ഥനാണ് വർക്കിച്ചൻ. ഗോപിനാഥൻ കടയിൽ കൊടുത്ത പച്ചക്കറിയുടെയും ഹോട്ടലിൽ കൊടുത്ത കുലകളുടെയും ഒക്കെ കാശ് പിരിക്കാനാണ് അയാൾ പോകുന്നത്. ഇന്ന് പക്ഷേ വർക്കിച്ചൻ വന്നപ്പോൾ ഗോപിനാഥൻ്റെ ഭാര്യ ചന്ദ്രിക അമ്പലത്തിലേക്ക് പോയിരിക്കുന്നതിനാൽ അവർ തിരിച്ചു വന്ന ശേഷമേ തനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ എന്ന് ഗോപിനാഥൻ പറഞ്ഞതിനാൽ അവിടെ തന്നെ ഇരുന്നതാണ് വർക്കിച്ചൻ. ആറുമണിയാകും മുമ്പേ ഒരു ഓട്ടോയിൽ ചന്ദ്രിക വന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ വർക്കിച്ചനും ഗോപിനാഥനും കവലയിലേക്ക് പോകാനായി ഇറങ്ങി. ആട്ടോയിൽ നിന്നിറങ്ങി വന്ന ചന്ദ്രിക വീട്ടിനുള്ളിൽ നിന്ന് പേഴ്സ് എടുത്തും കൊണ്ടുവന്ന് ഓട്ടോക്കാരന് കൊടുത്തു. ഗോപിയേട്ട പോകല്ലേ, ഒരു കാര്യം പറയാനുണ്ടേ. അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും ചന്ദ്രിക പറഞ്ഞു. എന്താടോ ഇത്? പതിവില്ലാത്തതാണല്ലോ. അമ്പലത്തിൽ പോയ താൻ ഇന്ന് ഓട്ടോയിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ കരുതി എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന്. കാര്യമൊന്നുമില്ലാതെ ചന്ദ്രിക അങ്ങനെ പറയില്ലെന്ന് അറിയാവുന്നതിനാൽ വർക്കിച്ചൻ അവരോട് യാത്ര പറഞ്ഞുപോയി. ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് ചിറ്റായത്തെ ശ്രീമതി ചേച്ചിയെ കണ്ടായിരുന്നു ഗോപിയേട്ടാ. വർക്കിച്ചൻ പോയതും ചന്ദ്രിക പറഞ്ഞു തുടങ്ങി. ഓ, ഇത് പറയാനാണോ താൻ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? വിശേഷം ഇതൊന്നുമല്ല. നമ്മുടെ മാടവനയിലെ വിശേഷം അറിയണ്ടേ ഗോപിയേട്ടന്? മാടവനയിലെ വിശേഷമോ? അവിടെ എന്ത് വിശേഷം? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി നമ്മളെ വിളിച്ചറിയിക്കില്ലായിരുന്നോ? പിന്നെ അപ്പോഴേ വിളിച്ചറിയിക്കുമായിരുന്നു. ഇത് അവർക്ക് വലിയ വിശേഷമൊന്നും അല്ലാതിരിക്കുന്നത് കൊണ്ടല്ലേ അവരെയും ആ കൊച്ചുങ്ങളെയും അവരുടെ മരുമോൻ അവിടിട്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നത്, അനിയനെ വിളിച്ചറിയിക്കാതിരുന്നത്. ചന്ദ്രിക കൈകൾ മാറിൽ പിണച്ചു കെട്ടി ചുവരിലേക്ക് ചാരി നിന്നു. നീ എന്താ ചന്ദ്രിക ഈ പറയുന്നത്? ശ്യാംസുന്ദറിൻ്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? അയാൾക്ക് ഭാര്യ എന്താണ് പറയാൻ പോകുന്നത് ഒരു പിടിയും കിട്ടിയില്ല. അല്ലാതെ പിന്നെ സരോജിനി ചേച്ചിക്ക് വേറെ ഏത് മരുമകനാണ് ഉള്ളത്? ചന്ദ്രിക താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾക്ക് മുമ്പിൽ വിശദമാക്കി. തുടരും കഥയുടെ അടുത്ത ഭാഗം.